ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ജെസിസ് നോയിങ് തിങ്സ് എന്ന ഈ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ സേഫാണെന്ന് വിചാരിക്കുന്നു. ഞാനും വീട്ടിൽ സേഫാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് നമുക്കിപ്പം വാട്സപ്പിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നു. ഈ അപ്ഡേറ്റിന് മുൻപായിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു. അതായത് നമ്മളെ ന്യൂഡൽഹിയിലൊക്കെ ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അതായത് നമുക്ക് വാട്സപ്പിൽ അതായത് ഫോർവേഡ് ചെയ്ത മെസ്സേജ് മറ്റൊരു ആൾക്ക് നമുക്ക് ഫോർവേഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരാൾക്ക് മാത്രമേ സെൻഡ് ആവത്തുള്ളൂ, ബാക്കി സെൻഡ് ആവത്തില്ല. സാധാരണ വാട്സപ്പിൽ വന്നതെന്ന് വെച്ചാൽ നമുക്കൊരു മെസ്സേജ് നമുക്ക് അയക്കണമെങ്കിൽ മുമ്പൊക്കെ കുറേ പേർക്ക് അയക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴ് 5 പേർക്ക് മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ. അതും ചുരുക്കി ഇപ്പം ഒരാൾക്ക് മാത്രമേ ഫോർവേഡഡ് ആയിട്ടുള്ള ഒരു മെസ്സേജിന് നമുക്ക് ഒരാൾക്ക് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മളൊരു മെസ്സേജ്, അതായത് ഇന്നൊരു സന്ദേശം നമുക്ക് ക്ലിക്ക് ചെയ്യണം. അതായത് ഒരു ഇമേജസ്, ഒരു ഫോർവേഡ് ചെയ്ത ഇമേജസ്, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മേളിൽ ഫോർവേഡഡ് എന്ന് പറഞ്ഞിട്ട് 2 ആരോ മാർക്ക് കാണിക്കണമെങ്കിൽ അത് കുറേ പേർക്ക് സെൻഡ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. പക്ഷേ നമ്മളത് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരാൾക്ക് മാത്രമേ സെൻഡ് ആവാൻ പറ്റുള്ളൂ. പക്ഷേ വെറും ഫോർവേഡ് എന്ന് മാത്രം കാണിച്ചിട്ട് ഒരേ ഒരു ആരോ മാത്രം കാണിക്കണമെങ്കിൽ അത് നമുക്ക് 5 പേർക്ക് സെൻഡ് ആക്കാൻ പറ്റും. ആ ഒരു ടൈപ്പ് വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോകുന്നത്. ഓക്കെ, പറഞ്ഞ് മനസ്സിലാക്കിയും പിന്നെ വീഡിയോ ചെയ്ത് കാണിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോ ഞാൻ കാണിച്ചിട്ട്, അതായത് എങ്ങനെയാണ് ഈ ഒരു മെസ്സേജിൻ്റെ സന്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് അയക്കണമെന്ന് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ എന്താ പറയുക, അതായത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ വീഡിയോ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യം ചെയ്യാം. അതായത് ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാര്യം പറയാം. അതായത് ഫോർവേഡ് എന്ന് പറഞ്ഞ മെസ്സേജ് ആണെങ്കിൽ നമുക്ക് ഒരാൾക്ക് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. ഫോർവേഡ് എന്ന് മാത്രം എഴുതിയിരിക്കുന്ന മെസ്സേജ് ആണെങ്കിൽ നമുക്ക് 5 പേർക്ക് അയക്കാം. ഓക്കെ, അതായത് ഫോർവേഡ് എന്ന് എഴുതിയിട്ട് 2 ആരോ കാണിക്കുകയാണെങ്കിൽ നമുക്കത് ഒരാൾക്കേ സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർവേഡ് എന്ന് മാത്രം കാണിച്ചിട്ട് ഒരാരോ ആണെങ്കിൽ മാത്രം നമുക്ക് 5 പേർക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ അതായത് ഇത് ചെയ്യേണ്ട രീതി ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വാട്സപ്പിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നേരെ തന്നെ കാണാൻ സാധിക്കും. അതായത് നമുക്ക് ഏത് മെസ്സേജാണ് ഫോർവേഡ് ചെയ്യേണ്ടത്, അപ്പോൾ നിങ്ങൾ ആ ഒരു മെസ്സേജിലോട്ട് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യണം. അതായത് ഫോർവേഡ് ചെയ്ത ഫോട്ടോസ്, അതായത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഫോർവേഡ് ചെയ്ത ഫോട്ടോസ് എവിടെ ഓക്കെ, ഇപ്പം ഇതിൽ ഫോർവേഡഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. അതായത് ഈ ഒരു മെസ്സേജ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ ഞാൻ ഒന്ന് ഫോർവേഡ് ചെയ്യണം. അതായത് ഇതാണ്ട് ഈ ഒരു ആൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ 1 2 3 4 5 ഓക്കെ, ഇത് ടിക്ക് വീണതിൻ്റെ അർത്ഥം നമുക്കിത് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇതിന് മുൻപായിട്ട് ഞാൻ ഒരു സംഭവം കാണിച്ചില്ല. അതായത് ഇവിടെ കണ്ടായിരുന്നു. അതായത് ഒരേ ഒരു ആരോ മാത്രമേ, അതായത് നമുക്ക് ഈ ഒരു ഇമേജസിന് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ആരോ മാത്രമേ കാണത്തുള്ളൂ. അതായത് ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ആരോ മാർക്ക് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ നമുക്ക് ഒരാൾക്ക് മാത്രം സെൻഡ് ചെയ്യാൻ പറ്റുന്ന മെസ്സേജാണ് നമുക്കറിയാൻ പറ്റും. അതായത് ഈ ഒരു ആരോ കൊണ്ട്, അതായത് നമുക്ക് ഇവിടെ 2 ആരോ വന്നിട്ടുണ്ട്, 2 ആരോ. ഇതിനർത്ഥം നമുക്ക് ഈ ഒരു മെസ്സേജ് ഒരാൾക്ക് മാത്രമേ നമുക്ക് ഫോർവേഡ് ചെയ്യാനോ സെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പം മറ്റൊരാൾക്ക് പോകുന്നില്ല. ഫോർവേഡ് മെനി ടൈംസ് യു ക്യാൻ ഷെയർ വിത്ത് അപ് ടു ഓൺലി 1 ചാറ്റ്. അതായത് നമുക്ക് ഒരേ ഒരാൾക്ക് മാത്രമേ ഈ ഒരു മെസ്സേജ് ചാറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു ഇമേജസ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് മറ്റുള്ളവർ ഫോർവേഡ് ചെയ്ത മെസ്സേജസ് നമുക്ക് ഒരാൾക്ക് മാത്രമേ സെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഈ ഒരു സംഭവം കണ്ടില്ല, അതായത് 2 ആരോ കീ, അതായത് 2 ആരോ മാർക്ക് വന്നിട്ടുള്ള മെസ്സേജ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് ഒരേ ഒരാൾക്ക് മാത്രമേ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പകരം ഇതേപോലത്തെ, അതായത് ഒരേ ഒരു ആരോ കീ ഉള്ള മെസ്സേജ് ആണെങ്കിൽ നമുക്ക് 5 പേർക്ക് സുഖമായിട്ട് സെൻഡ് ചെയ്യാം. അതായത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരേ ഒരു ആരോ കീ ഉള്ള ഫോർവേഡ് മെസ്സേജ് എന്ന് ഏറ്റവും മേളിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ 5 പേർക്ക് തുടർച്ചയായിട്ട് ഷുവറാണ്, തുടർച്ചയായിട്ട് നമുക്ക് 5 പേർക്ക് സെൻഡ് ചെയ്യാം.
ഇതേപോലെ 2 ആരോ കീ മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ നമുക്ക് ഒരേ ഒരാൾക്ക് മാത്രമേ സെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഡൗട്ട് വീഡിയോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടാതെ തന്നെ ഇതിന് മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോ അപ്ഡേറ്റ് ഇനി വരുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മൾ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു. ഇന്നാണ് ഈ ഒരു ഇന്നലെയും കൊണ്ടാണ് ഈ ഒരു വാട്സപ്പിൻ്റെ ഇന്നാണ് നമ്മളെ വാട്സപ്പിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നത്. ഓക്കെ, അപ്പം ഈ അപ്ഡേറ്റിൽ വന്ന ഫീച്ചേഴ്സ് അല്ല, പക്ഷേ ഈ അപ്ഡേറ്റ് വരുന്ന മുൻപായിട്ട് ഈ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഇതിന് മുൻപൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ന്യൂഡൽഹിയിൽ ഈ ഒരു സിസ്റ്റമൊക്കെ പ്രൊവൈഡ് ആയിട്ടുണ്ട്. നമുക്ക് അതായത് ഫോർവേഡ് ചെയ്ത മെസ്സേജസ് നമുക്ക് ഒരാൾക്ക് മാത്രമേ സെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കൂടാതെ തന്നെ നമ്മുടെ ഇവിടെ കേരളത്തിലും അപ്രൂവ്ഡ് ആയിട്ടുണ്ടെന്ന് അവിടെ നിന്ന് പിന്നെ കേരളത്തിൽ അപ്രൂവ്ഡ് ആയെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ എന്തായാലും എല്ലായിടത്തും ഇതേപോലെ അപ്രൂവ്ഡ് ആയി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പം വാട്സപ്പിൽ വ്യാജ സന്ദേശങ്ങൾ സെൻഡ് ചെയ്യുന്നത് മൂലമാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പം ഫോർവേഡ് ആയിട്ടുള്ള മെസ്സേജ് ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് മാത്രമേ സെൻഡ് ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 ആരോ കീ, അതായത് നമ്മൾ അയക്കേണ്ട സന്ദേശത്തിൻ്റെ മുകളിലായിട്ട് 2 ആരോ കീ വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് ഒരേ ഒരാൾക്ക് മാത്രമേ നമുക്ക് ഈ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. കൂടാതെ നമുക്ക് ഫോർവേഡ് എന്ന് കാണിച്ചിട്ട് ഒരേ ഒരു ആരോ കീ മാത്രമാണെങ്കിൽ നമുക്കതിനെ 5 പേർക്ക് സുഖമായിട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ മടുത്ത്, ലോക്ക്ഡൗൺ മടുത്ത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു അവസ്ഥയിൽ മെയ് 3 വരെ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കാനേ പറ്റത്തുള്ളൂ. ഇനി വീട്ടിൽ സത്യം പറഞ്ഞ് ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് അറിഞ്ഞു തുടങ്ങിയതല്ലേ ഈ ഒരു അവസ്ഥ. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് പറഞ്ഞു തരണമോ എന്ന്. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു ലോക്ക്ഡൗണിൽ വീട്ടിൽ തന്നെ സേഫായിട്ടുണ്ടെന്നതിൽ എല്ലാവരും സേഫ് ആയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഞാനും വീട്ടിൽ സേഫാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കുറച്ച് ദിവസത്തെയും കൂടെ, അതായത് മെയ് 3 വരെയെങ്കിലും ഒന്ന് ഒതുക്കി പിടിച്ച് വീട്ടിലൊന്ന് ഒതുങ്ങിയിരിക്കും. ഓക്കെ, അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ബോറടിപ്പിക്കാത്ത രീതിയിൽ ഞാൻ നമ്മൾ ജസ്റ്റ് ഡൂയിങ് തിങ്സ് വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് കാണുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എന്നെ അങ്ങനെയൊന്നും വേണ്ട, നിങ്ങൾ എന്നെ ഒന്ന് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ വീഡിയോ എല്ലാവർക്കും കാണാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.